അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്നേഹക്കൂടിലേക്ക് നിരന്തരമായി ആളുകൾ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ സംശയങ്ങളായി അയക്കാറുണ്ട്. അയക്കുന്ന ആളുകൾക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് വളരെ കൃത്യമായ ചില ഉത്തരങ്ങൾ നൽകാൻ പീസ് റേഡിയോ ടീമിന് സാധിക്കാറുണ്ട്. അതിലൂടെ ആശ്വാസം ലഭിച്ച കുടുംബ ബന്ധങ്ങൾ നന്നായി തീർന്ന ധാരാളം അനുഭവങ്ങൾ അവർ പങ്കുവെക്കാറുമുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദ്യങ്ങൾ അയക്കാം. ഇൻഷാ അല്ലാ അതിനുള്ള ഉത്തരം റേഡിയോ ടീം ഇൻഷാ അല്ലാ നൽകും. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ തജുക പ്രണയം തകർക്കുന്ന കുടുംബ ബന്ധങ്ങൾ അങ്ങനൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അതിന് ധാരാളം ഫീഡ്ബാക്കുകൾ ആ ഒരു എപ്പിസോഡിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി പ്രണയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അയക്കുന്ന ആളുകൾക്ക് കൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നൽകിയിരുന്നു. പക്ഷേ അവരിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങൾ, അതിൽ പെടാത്ത ചില ചോദ്യങ്ങൾ അതുകൂടി നമുക്ക് പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സഹോദരിയുടെ സംശയം ഇതാണ്: എനിക്കൊരു പുരുഷനെ ഇഷ്ടമായിരുന്നു, എന്നാൽ അദ്ദേഹത്തെ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കും, നിൻ്റെ സ്വർഗത്തിൽ എനിക്ക് അദ്ദേഹത്തെ തരണമെന്ന്. ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ലേ? അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? നമ്മൾ ചിരിക്കണത് പോലും അവർക്ക് വലിയ പ്രശ്നമായിരിക്കും. ചോദ്യം ചോദിച്ച ആൾക്കേ, സത്യത്തിൽ നമ്മൾ ചിരിക്കല്ല, നമ്മൾ പൊട്ടിച്ചിരിക്കും. ഇപ്പോൾ എനിക്ക് പൊട്ടിച്ചിരി വന്നിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തതാണ്, അവർക്ക് വിഷമാകരുത് എന്ന് വിചാരിച്ചിട്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രണയം സംഭവിക്കുന്നു. കഴിഞ്ഞ നമ്മളെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടെ വ്യക്തിയുടെ ന്യൂനതകളും കുറവുകളും പ്രശ്നങ്ങളും ഒട്ടും കാണുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ എല്ലാ നിലക്കും അറിഞ്ഞും മനസ്സിലാക്കിയും അടുത്തും സംസാരിച്ചും ഒക്കെ ഒരു വലിയ കരാറിലേക്ക് പോകുക എന്നുള്ളതാണ് അഫെയർ മാരേജിന്, അറേഞ്ച്ഡ് മാരേജിനേക്കാളും വലിയ ഒരു ഗുണമായിട്ട്, പ്രണയവിവാഹത്തിന് കുടുംബങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് നടത്തുന്ന വിവാഹത്തെക്കാളുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് പറയാറ്. പക്ഷെ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് എന്ന വ്യക്തി വൈ എന്ന വ്യക്തിയെ പ്രണയിക്കുമ്പോൾ എക്സിനും വൈക്കും ഇടയിൽ ആ പ്രണയം സംഭവിക്കാൻ ആവശ്യമായ കുറച്ച് അട്രാക്ഷൻ പോയിന്റുകളുണ്ട്. അത് അളന്ന് തൂക്കി മുറിച്ച് എല്ലാം പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലാബ് റിപ്പോർട്ട് പോലെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ ശേഷമല്ല ഈ പ്രണയത്തിലേക്ക് കടക്കുന്നത്. അടുപ്പം, സ്നേഹം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരെ അതിലേക്ക് എത്തിക്കണതിന് ചില മൈക്രോ പോയിന്റുകൾ ഉണ്ടാകും. അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒട്ടും പ്രസക്തമായിക്കൊള്ളണം തന്നെയല്ല. ബോഡി സ്ട്രക്ചറാകാം, നിറമാകാം, കണ്ണാകാം, മൂക്കാകാം, മുടിയാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആകാം. ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു വന്ന ആൾക്ക് വീട്ടിൽ പോയി ഹാൾ ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നെടുത്തതാകാം. അങ്ങനെ പല കാരണങ്ങളാകാം. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ ഒരു മഹാസംഭവമാണ് എന്ന നിലക്കാണ് അവരുണ്ടാവുക. ശരിക്കും ചില ആളുകൾ നമ്മളെ മുമ്പിലുള്ള 100% എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രണയത്തിലൂടെ വിവാഹിതരായ ആളുകൾ പിന്നീട് പ്രാർത്ഥിക്കാറുള്ളത്, പഠിച്ചോനെ ദുന്യാവിൽ ഏതായാലും എനിക്കൊരു ഭർത്താവില്ല, പരലോകത്തേക്കുള്ള നല്ലൊരു ഭർത്താവിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചുറ്റുപാടാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. അപ്പോൾ അവരോട് നമ്മൾ പറയണത്, നിങ്ങളുടെ ടീനേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീനേജ് കഴിഞ്ഞ ഉടനെയൊക്കെ ഉള്ള ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് അത് തികച്ചും ഇമോഷണലായ, തികച്ചും ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത, ശരിതെറ്റുകൾ തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. അതൊരു മധുര 16-ൻ്റെയും 14 കുറേ ഈ തരത്തിലുള്ള പ്രണയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഗാനങ്ങളുടെയും കുറേ റീലുകളുടെയും കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരിക്കലും വിവേകപൂർണമല്ലാത്തൊരു തീരുമാനമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതവിടെ ഉണ്ടായിരിക്കെ തന്നെ മറ്റൊന്നിലേക്ക് പോകാൻ പറ്റിയത്. നിങ്ങൾ ഭയങ്കര ബോധ്യത്തോടെ ശക്തമായി എടുത്തൊരു കാര്യമാണെങ്കിൽ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആ ചിന്തക്ക് ഒന്നാം ചിന്ത കൊണ്ട് കാര്യമല്ല, രണ്ടാം ചിന്തയിൽ അർത്ഥമല്ല, മൂന്നാം ചിന്ത ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും നിങ്ങളും തമ്മിൽ കൂടി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബലൂണിലിട്ട ദ്വാരം പോലെ
തീരുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു ചിന്ത നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴൊക്കെ, ഈ പ്രാർത്ഥന ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഈ ഒരു ട്രിഗർ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ഊതി കത്തിക്കാണ്. കെട്ടുകൊണ്ടിരിക്കുന്ന ഒരടുപ്പിലേക്ക്, ഉമിത്തിയിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓടക്കോയിൽ വെച്ച് ഊതി അത് കത്തിച്ചിങ്ങനെ ആ തീക്കണൽ നിർത്തുന്നതിന് തുല്യമാണെന്ത് ശരിക്കും പ്രാർത്ഥന. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അയാളെ കിട്ടണമെന്നല്ല, പഠിച്ചോനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ആളെ കിട്ടണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. വലക്കും ഫിഹാമ തഷ്തഹി അംഫുസുക്കും വലക്കും ഫിഹാമ തദ്ദഊൻ. നിങ്ങൾ സ്വർഗത്തിലെത്താനുള്ള പണിയെടുക്കും. സ്വർഗത്തിലെത്താനുള്ള പണിയെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും. അതെ, മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ അയാളെ സ്വർഗത്തിൽ തരണേ നല്ല പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗത്തിൻ്റെ തെക്കേ മൂലയിൽ എനിക്ക് ചെറിയൊരു സീറ്റ് തരണേ, സ്വർഗത്തിൻ്റെ ജന്നാത്ത് ഫിർദൗസിൻ്റെ സെൻറ്റർ മധ്യത്തിൽ എനിക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ട് തരണേ, ഇതൊന്നുമല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നെ സ്വർഗത്തിലെ ഏറ്റവും സൗകര്യം കുറഞ്ഞ സ്വർഗത്തിലെ ബെഞ്ചിലൊരാൾ ഇരിക്കുമ്പോൾ തന്നെ മഖഅദ് പറയുന്നതാണ്, ഇരിപ്പിടം പറയുന്നതാണ്. ആവശ്യമുള്ളതൊക്കെ ആഗ്രഹിച്ചോ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒക്കെ ആഗ്രഹിക്കും. മതിയായോ എന്ന് ചോദിക്കുന്നതാണ്. അത്രയും വിശാലമാണ് സ്വർഗം. അവിടെ ഇവർ സത്യത്തിൽ ഈ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ല, ഈ സ്വർഗം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ചോദ്യത്തിൻ്റെ ഒരു തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് കുറ്റം കിട്ടുമെന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പ്രാർത്ഥനാവാചകം കൊണ്ട് മാത്രം കുറ്റം കിട്ടൂല. പക്ഷേ ഈ കാമുകിമാരെ ആലോചിച്ചുകൊണ്ടുള്ള ലൈംഗിക വികാരങ്ങൾ അത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന രീതിക്ക് മാറും. കുടുംബങ്ങളും കുട്ടികളൊക്കെ കേൾക്കുന്ന സെഷൻ ആയതുകൊണ്ടാണ് ചില വാക്കുകൾ നമ്മളിങ്ങനെ പറയുന്നത്. അതായത് കാമുകനൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചിലപ്പോൾ സ്വന്തം പാർട്ട്ണറുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ പോലത്തെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ചിന്ത കൊണ്ടല്ല, ചിന്ത ഒരു പ്രവർത്തനത്തെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറ്റകരമായി മാറാനുള്ള സാധ്യതയുണ്ട്. കേവലം ചിന്ത കൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, ഞാൻ കള്ളു കുടിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം കുറ്റം കിട്ടൂല. എന്നാൽ ഞാൻ ലുഹ നിസ്കരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് കൂലിട്ടും. അതാണ് പഠിച്ചവൻ്റെ കാരുണ്യം. ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് തോന്നുന്നത്. അല്ലാഹു അലം ബിസ്സവാബ്. ഈ ചിന്തകൾ, ഇതേ ചിന്തകൾ ഇങ്ങനെ കുറേ കാലം മനസ്സിൽ കൊണ്ടുനടക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഇത് അതിതീവ്രമായി ആ ചിന്ത ഉണ്ടാവും. ആ ചിന്ത ഇവരുടെ ഒരു വിവാഹ ജീവിതത്തിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടപെടുന്ന വിഷയത്തിലൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുമല്ലോ. ഒരു ബെഡിൽ രണ്ടാളുണ്ടാവും. ഒന്ന് ഫിസിക്കൽ ബോഡിയുള്ള ഇഷ്ടമുള്ള ഒരാൾ, രണ്ട് ഫിസിക്കൽ ബോഡി ഇല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉമിത്തിയിലേക്ക് ഓടക്കുഴൽ വെച്ച് ഊതിയിട്ട് ആ തീ ഇങ്ങനെ കത്തിച്ച് കണൽ നിർത്തണ പോലെയാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് അവർ ആ പ്രാർത്ഥന അവസാനിപ്പിക്കണം, സംശയമൊന്നുമില്ല. അവർ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് സ്വർഗം തരണം, സ്വർഗത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് തരണം എന്നാണ് അവർ പ്രാർത്ഥിക്കേണ്ടത്. ഇൻഷാ അല്ലാ. മറ്റൊരു സംശയം, ദീനിയായി ജീവിച്ച് റാഹത്തായി പോകുന്നു, റാഹത്തായി മരിക്കണമെന്നും ആഖിറം നേടണമെന്നും നല്ല ആഗ്രഹമുണ്ട്. ഖുർആൻ അർത്ഥം പഠിക്കുന്നുണ്ട്. എൻ്റെ പ്രശ്നം, പഠിക്കുന്ന കാലത്ത് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. പ്ലസ് ടുവിലുള്ളപ്പോൾ 2 വർഷം മാത്രം. ഇപ്പോഴും അവനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു. അവൻ്റെ ഓർമ്മകൾ കാരണം ഞാൻ തെറ്റുകാരിയായി പോകുമോ? എൻ്റെ ആഖിറം നഷ്ടപ്പെടുമോ? കുടുംബവുമായി റാഹത്തായി കഴിയുകയാണിപ്പോൾ ഞാൻ. അവനും വിവാഹം കഴിഞ്ഞ് സുഖമായി കഴിയുകയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും മറക്കാനാകുന്നില്ല. ഈ നേരത്തെ ചോദ്യത്തിനുള്ള വ്യത്യാസം, ഇത് അവനെ കിട്ടണമെന്ന ആഗ്രഹത്തിലാണ്, ഇത് മനസ്സിൽ നിന്ന് അവൻ്റെ ചിന്ത പോകണം എന്ന ആഗ്രഹത്തിലാണ് പ്രാർത്ഥന. പക്ഷേ ഓർമ്മയിൽ നിന്ന് അത് കിട്ടണം എന്നാണ്, ഒന്ന് മായണം എന്നാണ്. ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം വിവാഹിതരായ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടാൾ വിവാഹിതരാകുന്ന ആദ്യ ദിവസം മുതൽ തന്നെ പിശാച് ഇവരെ എങ്ങനെയൊക്കെ തെറ്റിക്കാം, എങ്ങനെയൊക്കെ പിണക്കാം എന്ന് കൃത്യമായി ആലോചിക്കുന്നുണ്ട്. അവന് കടലിൽ യോഗം ചേരുമ്പോൾ ഓരോ ദിവസവും അവൻ ഓരോ വ്യക്തിയുടെ അടുത്തും വിട്ട പിശാചുക്കളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവസ്ഥ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ് എന്ന വ്യക്തിൻ്റെ അടുത്ത് ചെന്നൊരു പിശാച്, ഞാൻ അവൻ്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ മൂത്ത ശൈത്താൻ ഫഖറബഹു ഇലൈഹി എന്നാണ്, അയാളെ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും എന്നാണ്, കൂടുതൽ ആദരവ് കൊടുക്കും എന്നാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കാനും നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കാനും നമ്മളെ നിഷിദ്ധങ്ങളിലേക്കും ഹറാമിലേക്കും ആത്മഹത്യയിലേക്കും
ബന്ധവിച്ഛേദങ്ങളിലേക്കൊക്കെ എത്തിക്കാനുള്ള പ്രചോദനങ്ങളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ സഹോദരി മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ +2 പ്രായത്തിലായിരുന്നു അയാളെ ഇഷ്ടം എന്നാണ്, 2 വർഷം. ഈ +2 പ്രായത്തിനൊരു പ്രശ്നമുണ്ട്, ബയോളജിക്കലൊരു പ്രശ്നമുണ്ട്. ആ ഒരു ഏജിൽ ശരിതെറ്റുകളെ മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി വലിയ പരിമിതി ഉണ്ട്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ, ഇമോഷണലായിട്ടുള്ള ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഒരുപാട് പരിമിതി ഉണ്ട്. ആ ഒരു പരിമിതിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ 0-യിൽ നിന്നിരുന്നൊരു ഘട്ടത്തിൽ നിങ്ങൾ കണ്ടൊരു വ്യക്തി, നിങ്ങൾ ഇടപെട്ടൊരു വ്യക്തി, അയാളിലൂടെ പിശാച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടത്. അപ്പോൾ അയാളെ ഓർക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ ആ സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഒരു ഒറ്റക്കിരുത്തമാണോ, അതല്ല എന്തെങ്കിലും വസ്തുക്കളാണോ, അതല്ല എന്തെങ്കിലും സന്ദർഭങ്ങളാണോ, ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളാണോ, മറ്റ് ബാല്യകാല സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലജാതി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സഹോദരി അവരിത് ഓർക്കണ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടെത്തിയിട്ട് ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറുക വേണ്ടത്. കാരണം അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, അവർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് ഇതിന്ന് പോരണമെന്ന്. അപ്പോൾ ഇതിൻ്റെ സാഹചര്യം അതേപോലെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടാവുന്നതാണ് നമ്മുടെ ഒരു അസസ്മെൻറ്റ്. അതെ, ആ സാഹചര്യത്തെ ഒരു കട്ട് ചെയ്താൽ അവർക്ക് അതിൽ നിന്ന് റിലീസ് ചെയ്ത് വരാൻ സാധിക്കും. നന്നായി പരിശ്രമിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. നമുക്കത് കിട്ടിയിട്ടില്ല, കിട്ടൂല, അങ്ങനത്തെ ഒരു വഴിയിലേക്ക് കടക്കണത് നമുക്ക് തെറ്റാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്ന് പിന്നെ അത്ര വലിയ പണി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഈ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു. ആ പ്രായത്തിൽ അങ്ങനെയുള്ള ഒരു വിവേകപരമായ തീരുമാനം എടുക്കാൻ കഴിയൂല എന്നൊരു വിഷയം. ഇപ്പോൾ ഒരു സ്ത്രീ അവളുടെ ഒരു പ്രായപൂർത്തിയെത്തുന്ന പ്രായമെത്തുമ്പോൾ, പുരുഷനും അവൻ്റെ ഒരു പ്രായപൂർത്തിയെത്തുന്ന പ്രായമെത്തുമ്പോൾ മുതൽ തന്നെ അവരുടെ ബയോളജിക്കലി ശാരീരികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ഹോർമോണുകൾ, അവൻ്റെ തലച്ചോറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ പാർട്ട്ണറായിട്ട് ആരാണ് ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം സ്വയം മനസ്സ് എടുത്തിട്ടില്ലെങ്കിലും ചിന്തയിൽ, ബുദ്ധിയിൽ, തലച്ചോറിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുമെന്ന്, അത് അങ്ങനെ പഠനങ്ങൾ. അപ്പോൾ അത് എനിക്ക് പറ്റിയ ഒരാളുണ്ടോ എന്ന അന്വേഷണം തലച്ചോറിൽ നടക്കുന്നു. ആ അന്വേഷണം ആരുടേതാണോ മനസ്സിനെ കീഴടക്കുന്നത് അവർ ഒരു പക്ഷേ ഇത്തരം വിവേകങ്ങളിൽ ചെന്നെത്തുന്നു. എന്നാൽ ഇത് എൻ്റെ ഒരു തെറ്റായ ചിന്തയാണ്, എനിക്കതിനുള്ള സമയമായിട്ടില്ല, പ്രായമായിട്ടില്ല, ഞാൻ അതൊന്നും അന്വേഷിക്കേണ്ട ആൾ ഞാനല്ല, അത് അന്വേഷിക്കാൻ മാതാപിതാക്കളും കുടുംബങ്ങളൊക്കെയാണ് അത് ആദ്യം അന്വേഷിക്കേണ്ടത് എന്ന് മനസ്സിനെ പഠിപ്പിക്കുകയും മതപരമായൊരു ബോധ്യത്തിലൂടെ ആ ചിന്തകളെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അയാൾ അത്തരം അപകടങ്ങളിൽ നിന്ന് ശരിക്കും രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അന്ന് സംഭവിച്ചതൊരു അബദ്ധമാണ്, അങ്ങനെ ഒരാൾ ഉണ്ടായിപ്പോയി എന്നുള്ളത് ഒരു തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റിന് എന്നോടൊപ്പം കൂട്ടുനിന്ന ഒരാൾ അതിൽ നിന്ന് എന്നെ മാറ്റാതെ അതൊരു തെറ്റാണ്, നമ്മൾ ഇങ്ങനെ തുടരാൻ പാടില്ല എന്ന് പറയാത്ത ഒരാളെ, ഒരു തെറ്റിന് കൂട്ടുന്ന ഒരാളെ വീണ്ടും വീണ്ടും ഓർക്കാൻ ഞാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. അയാളുടെ ഒരു പോരായ്മയാണല്ലോ അത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഹാരിസ് മൗലവിയോടൊപ്പമുള്ള ഒരു ലൈവ് കൗൺസിലിങ്ങിൻ്റെ സെഷനിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, പ്രണയിച്ച ആളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായി, അവൻ നിന്നെ പ്രണയിച്ചു അല്ലെങ്കിൽ അവൾ നിന്നെ പ്രണയിച്ചു എന്നതാണ് അവൾ അല്ലെങ്കിൽ അവൻ നിനക്കൊരു ഭാര്യയായി ഭർത്താവായി ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതാണ് അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഉള്ള ഒരാളെ മനസ്സിൽ ഓർക്കുക എന്നുള്ളത് എന്തായാലും ശരിയല്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. മറ്റൊരു സംശയമുള്ളത്, ഇത് കുറച്ചൊരു വലിയ ആമുഖങ്ങളോട് കൂടിയാണ് ഇത് പറയണത്. എങ്ങനെയാണ് എനിക്ക് പിന്നെ എഴുതി തുടങ്ങേണ്ടതെന്ന് അറിയില്ല, ഇത് എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റിയ വേറെ സ്ഥലമല്ല. എനിക്ക് സ്കൂൾ പഠനകാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു. വീട്ടിൽ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ വീട്ടിലറിയാതെ ഞാനത് കോളേജ് വരെ തുടർന്നു. പിന്നീട് ആ ബന്ധം എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തു. എന്നിട്ടും കുറേ തുടർത്തിക്കൊണ്ടുപോയി. വീട്ടിൽ പറഞ്ഞു നടക്കില്ലെന്നുറപ്പായിരുന്നു. അങ്ങനെയാണ് ഒരു ആലോചന വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു മനസ്സിനൊരു ചിന്ത വന്നു, മാറ്റം വന്നു. അങ്ങനെ ഈ ആലോചനക്ക് ഞാൻ സമ്മതിച്ചു. പിന്നെ ഇത് നടക്കില്ലെന്ന് ആ പ്രേമിച്ച ചെക്കനും അറിയാമായിരുന്നു. എൻ്റെ പ്രപ്പോസൽ നടന്നു, നിക്കാഹ് കഴിഞ്ഞു. പക്ഷേ അന്നു മുതൽ ഇവർക്കൊരു ടെൻഷൻ ഇത് എൻ്റെ ഭർത്താവ് അറിയാനുള്ള സാധ്യത ഉണ്ടോ എന്ന തോന്നൽ. ഇങ്ങനെ ഭർത്താവിനാണെങ്കിൽ ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നും മുമ്പ് ഇല്ലാത്ത ഒരാളാണ്, അതൊക്കെ വളരെ ശക്തമായി എതിർക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ കൂടി. പക്ഷേ ഞാൻ റബ്ബുമായി വളരെ അടുക്കാൻ ഇത് കാരണമായി.
അങ്ങനെ അള്ളാഹുമായി ഞാൻ വളരെ അടുത്തിരുന്നു. പക്ഷേ എനിക്ക് വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. പടച്ചവനോട്, വീട്ടുകാരനോട്, ഭർത്താവിനോട്, എല്ലാവരോടും അനീതി ചെയ്യുകയാണ് എന്ന തോന്നലുണ്ടായി. അവസാനം ഈ ഒരു ഉത്കണ്ഠ കാരണത്താൽ ഭർത്താവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞുപോയി. പക്ഷേ അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അത്ര കാലം എൻ്റെ റബ്ബ് അത്രയും കാലം മറച്ചു വെച്ച കാര്യം ഞാനായിട്ട് പറയേണ്ടി വന്നു. അത് അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിക്കാഹ് കഴിഞ്ഞ ശേഷമേ ഒരാളെ പ്രേമിക്കുകയുള്ളൂ എന്ന് ആശിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. ഇതിനൊക്കെ എതിരായി നിൽക്കുന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില കൂട്ടുകാരിൽ നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ അദ്ദേഹത്തെ ചില പ്രയാസങ്ങൾക്ക് കാരണമാക്കി എന്നൊക്കെ ഇതിൽ തുടർന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പാവമാണ്, എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ ഇത് ഉൾക്കൊള്ളാനാവുന്നില്ല. ഇടയ്ക്കിടെ എന്നെ വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ പറയാറുണ്ട്. പക്ഷേ ആ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അദ്ദേഹം സങ്കടപ്പെടാറുമുണ്ട്. എൻ്റെ അടുത്താണ് തെറ്റ്, ഇവർ പറയാം എൻ്റെ അടുത്താണ് തെറ്റ്, ഞാൻ എന്തു ചെയ്യണം? ഇപ്പോൾ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്, ചേഞ്ച് ആവാൻ നോക്കുന്നുണ്ട്, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയില്ല എന്ന് വളരെ വിശദമായൊരു. നിലവിൽ അവരുടെ മനസ്സിലതുണ്ടോ? പഴയ ആളെക്കുറിച്ചുള്ള ചിന്തകളില്ല, എന്തായാലും അതിനെക്കുറിച്ചുള്ള സൂചന ഇതിലില്ല. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസിൽ നിന്നും വ്യത്യസ്തമാണിത്. ആണ്, തികച്ചും വ്യത്യസ്തമാണ്. ഇവർ പൂർണ്ണമായി അത് ഒഴിവായി ഒരു വിവാഹത്തിന് സമ്മതിച്ചാണ്. പക്ഷേ അത് ഭർത്താവിനോട് പറയാതെ കുറച്ചു കാലം കൊണ്ടുവന്നു. പിന്നെ അത് പറഞ്ഞുപോയി. പറഞ്ഞതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ 2 ആളുകൾക്ക് ചില ഉത്തരങ്ങൾ ഇതിലുണ്ട്. ഒരാമുഖത്തിൽ ചെറിയ ക്ലാസ്സിൽ നിന്ന് പ്രണയത്തിലായി, അത് പാരൻസ് അറിഞ്ഞു, പാരൻസ് തടഞ്ഞു, പക്ഷെ സ്വകാര്യമായി അത് കൊണ്ട് നടന്നു, ഡിഗ്രിയൊക്കെ ആകുന്നത് വരെ തുടർന്നു. പിന്നെ ആ ബന്ധം ഒരു ബാധ്യതയായി. കാരണം അവിടെ അന്തം വെച്ച് തുടങ്ങുകയാണ്, വിവേകം വെച്ച് തുടങ്ങുകയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം അങ്ങനെ ജീവിച്ച് ഇതിൻ്റെയൊക്കെ ഒരു ഹരം മാറി അയാളുടെ തനി സ്വഭാവങ്ങൾ പുറത്തെടുത്ത് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. പ്രണയത്തിലെ അന്ധമായ അവസ്ഥ, ആ ഒരു തരം ഹോർമോണിക് സിറ്റുവേഷൻ, അതിൽ നിന്നിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്ന് ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ കുട്ടിക്ക് അതിൽ നിന്ന് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ പറ്റിയത്. പിന്നെ ഇനി ഇതുപോലത്തെ അബദ്ധങ്ങളിൽ സംഭവിച്ച ആളുകളുടെ അടുത്ത് നമുക്ക് പറയാനുള്ള കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലൽ മുജാഹിരീൻ. മുജാഹിറുകളല്ലാത്ത എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നബിയെ മുജാഹിറുകൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉത്തരം, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ ഒളിപ്പിച്ച് വെച്ച തെറ്റ് പകലിൽ അവൻ എന്ത് ചെയ്യും, വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനത്തെ തെറ്റുകൾ നമ്മുടെ അടുത്ത് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല, ഉറപ്പാണ്. നമ്മളായിട്ടത് ഡെലിവർ ചെയ്യേണ്ട കാര്യം ഇല്ല. അതിൻ്റെ ഒരു അടിസ്ഥാനം അതുതന്നെയാണ്. എന്നാലും ആകെ കൂടെ നാട്ടിൽ മാനക്കേടായൊരു പൊതുജന സംസാരത്തിന് വിധേയമായതാണെന്ന് വിചാരിക്കുക. 18 വയസ്സായെന്ന് ഇവൾ പെട്ടെന്ന് മുങ്ങി ഒരുത്തൻ്റെ കൂടെ പോയി സ്റ്റേഷൻ ത്രൂ കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ സംഭവിച്ച കാര്യമാണെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്ത് വിവാഹത്തേക്ക് കടക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. അത് നമുക്ക് എല്ലാവരെയും കാര്യത്തിൽ പക്ഷേ ആ പൊതുവായ മറുപടി പറയാനും കഴിയില്ല. അപ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായ ധാരണ കൊടുക്കാവുന്ന ഒരാളോട് ഷൂറ ചെയ്താണ് അതിലെന്ത് ചെയ്യേണ്ടത്, ഒരു തീരുമാനം എടുക്കേണ്ടത്. ഭർത്താവ് അടുത്ത് ചോദിക്കുകയാണ്, വളരെ സ്ട്രെസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അല്ലാതെ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരാഴ്ച ഉണ്ട്, നിൻ്റെ എല്ലാം അത് നീയും പറയും, എൻ്റെ എല്ലാം ഞാനും പറയാമെന്നറിയും. പിന്നെന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ പറഞ്ഞതൊക്കെ അയാൾ പറഞ്ഞതൊക്കെ അയാൾ മറക്കും, ഭാര്യ പറഞ്ഞതൊന്നും മറക്കാൻ കഴിയില്ല. പിന്നെ അതിമേരിക്കും മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങളെ ഭർത്താവ് ഇടയ്ക്ക് ചില കമൻറ്റുകൾ പറയണമെന്നുള്ളതാണ്. അത് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഭൂമിയിൽ നിന്നൊരു ശിക്ഷ കിട്ടാണ്ട് ആ ശിക്ഷയായിട്ട് എന്ത് ചെയ്താൽ മതി, കണക്കൂട്ടിയാൽ മതി. അയാൾക്ക് നല്ല അഫു കൊടുക്കുക. അയാൾ നിങ്ങളോട് മാപ്പ് കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല. അയാൾ ഒരുപാട് പ്രതീക്ഷിച്ച് വന്ന ഒരാളാണ്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തുണ്ട്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ട്. ആ മാനസികാവസ്ഥയുടെ ഒരു തരം ട്രോമ ഉണ്ട്, ഒരു തരം ഒരു കയം എന്ന് നമുക്ക് പറയാം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖ് അയാൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെന്തായാലും ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് നമ്മളത് അറിയാതെ പറഞ്ഞുപോയി. ആ പറഞ്ഞു പോയത് പഠിച്ചോനെ എനിക്ക് പുറത്തു തരണം, അതിലൂടെ ഉണ്ടായ വിഷമങ്ങൾ നീക്കി തരണം, എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമുള്ള ഒരു മനസ്സ് കൊടുക്കണം എന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ചുരുക്കി പറയാനുള്ളത്. ഇത്തരം ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടുപോയ ആളുകൾ അവർ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ
ഞാൻ എൻ്റെ ഭർത്താവ് ആയി വരേണ്ട ആളോട് ഇതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞ് അദ്ദേഹം ഇത് ഉൾക്കൊണ്ട് അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷം വേണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ എന്നൊക്കെ ചിന്തിക്കുകയും അങ്ങനെ തുറന്നു പറഞ്ഞ ആളുകളെയാണ് ഞാൻ വിവാഹത്തിനായി തിരഞ്ഞെടുക്കുന്നത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ചില അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അത്തരം ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന ആളുകളോട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയായി സ്വീകരിച്ച ഒരാളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ തീരുമാനമെടുക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? ഇതൊരു വളരെ വ്യക്തികൾക്ക് അനുസൃതമായി പറയേണ്ട ഒരു വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യം നമ്മൾ മെൻഷൻ ചെയ്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതിനാണ് ഉദാഹരണം പറഞ്ഞത്. ഒരു കുട്ടി ഒരാളുടെ കൂടെ പോയി 2 ദിവസം അവരോടൊക്കെ പോയി താമസിച്ചു. അത് നാട്ടിലാകെ പാട്ടായി. അതായത് തെറ്റ് ചെയ്യുന്ന വ്യക്തി ആ തെറ്റ് പരസ്യമാക്കാതെ തന്നെ നോർമലി ആ തെറ്റ് പരസ്യമായി പോയി. മനസ്സിലായില്ലേ? ആ തെറ്റ് സംഭവിച്ചപ്പോൾ തന്നെ അത് പരസ്യമായി പോയി. അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ ചിലപ്പോൾ അതെന്ത് ചെയ്യേണ്ടി വരും, മെൻഷൻ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധയിലുണ്ടല്ലോ അല്ലേ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. അതല്ല, ഞമ്മക്കും ആ വ്യക്തിക്കും അറിയാം അത് വളരെ ചെറിയൊരു സറൗണ്ടിങ്സിലേ ഉള്ളൂ, അതാ അങ്ങനെ ഒളിപ്പിച്ചു വെക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് പിന്നെ അങ്ങനെ പറയേണ്ടതില്ല. അല്ലാഹു അലം, അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഖുർആനെന്നോ ഹദീസിൻ്റെ ഒരു നെസ് അങ്ങനെ കിട്ടുമല്ലോ. നമുക്കിതിലുള്ള തെളിവ് എന്ന് പറയുന്നത് ഇതാണ്: അള്ളാഹു ഒളിപ്പിച്ച രഹസ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്യമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അത് അറിയൂലേ എന്നിങ്ങനെ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പടച്ചവൻ്റെ അടുത്തേക്ക് അടുക്കാനുള്ള, അവരെഴുതിയ പോലെ പടച്ചവൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാനും റബ്ബിനോട് ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു കാരണമായി അതിനെ എടുത്താൽ മതി. പിന്നെ അറിയുകയാണെങ്കിൽ അത് അപ്പം നോക്കാം. പണ്ട് പട്ടര് പാമ്പിനെ തല്ലാൻ വേണ്ടി കൊടൻ്റെ കമ്പി ഊരിയ മരത്തെ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല. ആ പുഴയാണ് വെട്ടിയിട്ട് അതിലെ ഒരു പാമ്പിന് വരുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണം. അത് വരുമ്പോൾ നോക്കാം. പാപങ്ങൾക്കൊക്കെ ചില പരിക്കുകളുണ്ട്. ചിലപ്പോൾ അത് അറിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാകാം. അത് പ്രണയിക്കുമ്പോൾ നോക്കേണ്ടിയിരുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ചില പരിക്കുകളൊക്കെ ഉണ്ടാവും. ആ പരിക്ക് സഹിക്കുക. അങ്ങനെ നിന്നെ പറ്റി ഇങ്ങനെ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടതില്ല. അത് അവസ്ഥയും സാഹചര്യമൊക്കെ നോക്കിയിട്ട് ആരോടെങ്കിലും ഒന്ന് ഷൂറ ചെയ്തിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ വ്യക്തിയുടെ സാഹചര്യം കൂടി പരിഗണിച്ച് പറയേണ്ട മറുപടി ആയതുകൊണ്ടാണ് പറയണത്. ആ രീതിയിൽ എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അല്ലാഹു അലം. യെസ്, മറ്റൊരു ചോദ്യമുള്ളത്: ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലാണ്. എനിക്ക് മുമ്പ് തന്നെ അറിയാവുന്ന നല്ല സ്വഭാവമുള്ള ആളുമാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിക്കുകയാണ്. പഠിത്തത്തിന് ശേഷം വിവാഹം കഴിക്കുവാനും ആഗ്രഹമുണ്ട്. ഫോണിൽ ലിമിറ്റഡ് മെസ്സേജ് ചെയ്യുന്നു, അല്ലാതെ ഞങ്ങൾ ഒന്നും ഞങ്ങളുടെ ഇടയിലില്ല. ഞങ്ങൾ 2 പേർക്കും ഇത് ഹറാമാണ് എന്നറിയാം. ഇങ്ങനെ ഹറാമിൽ ഏർപ്പെടുന്നത് കുറ്റകരമാണ് എന്നും അറിയാം. നിർത്താനും ശ്രമിക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്ന് കൃത്യമായി അറിയില്ല. ഇതിപ്പോൾ ഈ പ്രണയത്തിലാകുന്ന കുട്ടികളൊക്കെ പറയുന്ന കുറേ ഡയലോഗ് പെട്ടതാണ്. അയാൾ വളരെ ദീനിയാണ്, അവൾ വളരെ ദീനിയാണ്. പ്രണയത്തിലേർപ്പെട്ടിട്ടാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? പ്രണയത്തിലേർപ്പെട്ടിട്ടാണ് ഈ പറയണത്. ഞങ്ങൾക്ക് ലിമിറ്റഡ് മെസ്സേജേ ഉള്ളൂ. ഓരോരുത്തരുടെയും ലിമിറ്റ് ഓരോന്നാണ്. ചില ആളുകൾക്ക് ശരീരത്തിലെ ഭാഗങ്ങൾ അയച്ചു കൊടുക്കുന്നതും ഫോട്ടോ വിടുന്നതൊക്കെ മാത്രമേ അതിർത്തി ലംഘിക്കുള്ളൂ. ചില ആൾക്കാർക്ക് അതും അതിർത്തി ലംഘനം ആവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയണതിൽ നമുക്ക് എന്തുണ്ട്, അവ്യക്തത ഉണ്ട്. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പോലും ഇവർ രണ്ടാളും പറയണതിന് പ്രശ്നമുണ്ട്. അതെ, ഈ 2 വ്യക്തികൾ. കാരണം തിന്മയിലേക്കുള്ള സാഹചര്യങ്ങളും തെറ്റാണ്. തിന്മ മാത്രമല്ല തെറ്റ്, തിന്മയിലേക്ക് ഒരുക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഇടപെടലും തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ അറിവും ധാരണയൊക്കെ വളരെ ഫേക്കായിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞത്. എപ്പിസോഡ് നിങ്ങളൊന്ന് കേൾക്കുന്നിട്ടൊന്ന് അഭിപ്രായം പറയും. നിങ്ങളെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പ്രണയത്തെക്കുറിച്ച് കുറച്ച് സമഗ്രമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പീസ്ഡേ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ ഒന്ന് എടുക്കുക. നിങ്ങൾ നമുക്കൊരു വർക്ക് തരാണ്. അതിൻ്റെ നോട്ട്സൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് നിങ്ങളായിട്ട് അതിനൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കി ശരിയാണോ. നമ്മൾ കുറച്ച് വാദങ്ങൾ വെക്കുകയാണ്. ഒന്ന്, പ്രണയങ്ങളെല്ലാം ഉണ്ടാകുന്നത് ചില നൈമിഷികതകളിൽ നിന്നാണ്. ആ നൈമിഷികതകൾ ചില ആളുകൾക്ക് അറിയുണ്ടാകും, ചില ആൾക്കാർ കുറേ യാത്ര ചെയ്തെത്തുന്നുണ്ട്. അതൊക്കെ കടന്നു പോയിട്ടുള്ളൊരു പോയിൻ്റേ അവർക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. 2, കൃത്യമായ അവലോകനങ്ങളോ പരിശോധനകളോ നടന്നിട്ടുണ്ടാവില്ല. 3, രണ്ടാളുടെ യഥാർത്ഥ സ്വഭാവങ്ങളൊന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ഇതിൽ മാതാപിതാക്കളുടെ തൃപ്തി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിൽ അശുദ്ധമായ സംസാരങ്ങളും
സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞ ആ സംഗതിനെ മുഴുവൻ, ആ പ്രമാണങ്ങളെ മുഴുവൻ തള്ളിക്കളയും വിധമുള്ള വാട്സാപ്പിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒക്കെയുള്ള ഒറ്റപ്പെടലുകളും ഒറ്റക്കാകലുകളും ഒക്കെ ഇതിലുണ്ട്. ഇപ്പോൾ ഒരുപാട് ബർക്കത്തിനെ ബാധിക്കുന്ന, ഒരുപാട് തിന്മകളിൽ കെട്ടിപ്പണിതുയർത്തപ്പെട്ട ഒന്നല്ല നമ്മുടെ വിവാഹ ജീവിതം ആകേണ്ടത്. ഇനി അയാൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് യാതൊരു ഉറപ്പും ഇല്ല. അത് ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആൺകുട്ടികൾ ഇപ്പോൾ ബെഞ്ചിങ്ങിൻ്റെ കാലത്താണുള്ളത്. പുതിയ സാധനമാണത്, ബെഞ്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പോയാൽ അടുത്തത് ആരെടുക്കണം, അതിനൊരാളവിടെ ഇങ്ങനെ ക്യൂവിൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇവന് ബെസ്റ്റി ഉണ്ടാകും, ലവറും ഉണ്ടാകും. ആ ബെസ്റ്റിയുടെയും ലവറിൻ്റെയും ഇവൻ്റെ ഇടയിലുള്ള ഹംസം ഉണ്ടാകും. അപ്പോൾ എത്ര പെണ്ണാണ് അവന്? ഇതൊക്കെ അവിടെ വ്യാപകമാണ്. നിങ്ങളെന്ന പെണ്ണിൽ അയാൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം 100% ആത്മാർത്ഥമാണ്, അയാൾക്ക് വേറെ ബന്ധങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് തെളിവില്ല. അയാളുടെ പ്രായത്തിൽ ഭയങ്കര ലൈംഗികമായ ആർത്തിയും ദാഹമൊക്കെ ഉണ്ട്. അയാൾക്ക് ദാഹിച്ചാൽ ഒന്നുകിൽ പച്ചവെള്ളം കുടിക്കും, അല്ലെങ്കിൽ സർവത്ത് കുടിക്കും, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കും. അയാൾക്ക് കുടിച്ചാൽ മതി. പൊതുവെ കാണപ്പെടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും അല്ല എന്ന് പറയാനുള്ള വകുപ്പുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് യാതൊരു നിലക്കും പിരിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ രണ്ടാളും ഒരു മൂന്നാമത്തെ ആളെടുത്ത് പോയിരുന്ന് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇതിന് നിന്നാൽ മതി എന്തായാലും. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേഗം വിവാഹത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ എന്തില്ല അർത്ഥമല്ല, അത് കുറ്റകരമാണ്, അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഞങ്ങൾ തമ്മിൽ ലിമിറ്റഡായ മെസ്സേജുകളേ ഉള്ളൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. ശരിക്ക് നമ്മളൊരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ഒരു മനഃശാസ്ത്രം പരിശോധിക്കുമ്പോൾ, ഒരു സ്ത്രീ ഒരു പുരുഷന് ഒരു ലിമിറ്റഡായ ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു പക്ഷേ അവളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു പുരുഷൻ സ്വകാര്യമായ ഒരു സ്ത്രീക്ക് മെസ്സേജ് അയക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അതിനി സാധാരണ സംസാരങ്ങളാണെങ്കിലും അതിലൂടെ അവൻ്റെ മനസ്സിലൂടെ ഒരു ചില സന്തോഷങ്ങൾ ലഭിക്കുന്നുണ്ട്. പൈശാചികമായ ഒരു ആനന്ദം അതിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ മനസ്സ് മെസ്സേജ് അയക്കാനും പിന്നീട് ഫോണിൽ വിളിക്കാനും ഒക്കെയുള്ളത്. ഇത് പറഞ്ഞ പോലെ ആ ലിമിറ്റഡിൻ്റെ വര വലിയ പ്രശ്നം തന്നെയാണ്. അത് ഓരോരുത്തർക്ക് വ്യത്യസ്തമാകുമെന്നുള്ളത് ഏറ്റവും മിനിമം ലെവൽ തന്നെയാണെങ്കിലും അതിലൂടെയും ഒരു ആസ്വാദനം, ഒരു ലൈംഗികമായ ഒരു താല്പര്യം നിറവേറപ്പെടുന്നുണ്ട്. നമ്മളിത് പറഞ്ഞാൽ പിന്നെ ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് എന്തോ വലിയ സംഭവമാണോ, ഒന്ന് സംസാരിക്കുമ്പോഴേക്ക്, ഒന്ന് തൊടുമ്പോഴേക്ക് വലിയ പ്രശ്നമാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കും. അത് പ്രശ്നമാണ്. അത് ചോദിക്കണത് ആരറിയോ? ഒരു പെണ്ണിനെ കണ്ടാൽ ആ പെണ്ണിനോട് ഒരു കളി തരുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നത് പുരോഗമനമാണ്, മാറിയ കാലമാണ്, പഴയ പോലെ അല്ല എന്ന് ചിന്തിക്കണേ. അത് കേൾക്കുമ്പോൾ അതൊരു പ്രശ്നമല്ലാതിരിക്കണേ. ആ ടൈപ്പ് ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഏത് ഒരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ പ്രശ്നമാണോ എന്ന് ചോദിച്ച കാര്യമുണ്ടല്ലോ. ഇവിടെ എന്താ വെച്ചാൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സാധനം സത്യത്തിലില്ല. ഒരു പെണ്ണും ഒരാണും സ്വകാര്യത സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതന്നെ തെറ്റാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇവർക്ക് അങ്ങോട്ടും സലാം പറയാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. ഈ പറയുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം സലാം പറഞ്ഞ് ഇവർ എത്തുക, പിന്നെ നിസ്കാരത്തിൻ്റെ ഫർള് എത്രയാണ്, ഉളൂ മുറിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹു എവിടെയാണ്, ഷേഖ് അൽബാനിയുടെ ആ കിതാബിലുള്ള ആ ഇബാറത്തൊന്ന് അയച്ചു തരുമോ, ഇതൊന്നും അല്ലല്ലോ എത്തുക സ്വാഭാവികമായിട്ടും എവിടേക്കാണെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ തിന്മ മാത്രമല്ല പ്രശ്നം, തിന്മയുടെ സാഹചര്യവും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആണും പെണ്ണും ഒരു ഇടത്തിൽ ഒന്നിച്ചാകരുതെന്ന് പറഞ്ഞത്. അതൊരു റൂമിൽ ഒന്നിച്ചാണ് കാര്യം മാത്രമല്ല, വാട്സാപ്പ് ചാറ്റ് ബോക്സിലും അങ്ങനെ ഒന്നിച്ചായിക്കൂടാ. അതുകൊണ്ട് അവർ തമ്മിൽ സലാം പറയണത് തന്നെ പ്രശ്നമാണെന്ന് ഞാൻ പറയണത്. അതെ, മനസ്സിലല്ലേ? ഇപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ നല്ല വെളുത്ത ഒരു ആൺകുട്ടി, ആ ആൺകുട്ടിക്ക് ഒരാണിൽ ആകർഷണീയത ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിക്ക് അയാളെ സംബന്ധിച്ചിടത്തോളമുള്ള വിധി പെണ്ണിൻ്റെ വിധിയാണ്. അത്ര ക്ലിയറായി ഇസ്ലാം ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ അവസാനം ചോദ്യം ചോദിച്ച ആളുകൾ ഈ തുടക്കം മുതലുള്ള ഭാഗം അവർ ഒരുപക്ഷെ ഈ ഒരു ഭാഗം മാത്രമാണ് അവർ കേൾക്കണമെങ്കിൽ അവരോട് സൂചിപ്പിക്കാനുള്ള തുടക്കം മുതലുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നാണ്. കാരണം ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണങ്ങൾ, ഒരു 3 ആളുകളുടെ അനുഭവം മാത്രമാണ്. അത് വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇനി വിവാഹത്തിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നം,
മനസ്സിന്ന് മായാത്ത പ്രശ്നം, ഇനി ഇത് വിവാഹം കുറച്ചു കാലം മുന്നോട്ട് പോയി അഥവാ വിവാഹം നടന്നിട്ടില്ലെങ്കിലുള്ള പ്രശ്നം, അങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെയാണ് ഇതിലൂടെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പ്രണയം എന്നത് അള്ളാഹു നിശ്ചയിച്ച ഒരു രീതിയല്ലാത്തത് കൊണ്ട് തന്നെ അതിനപ്പുറത്തുള്ള എല്ലാത്തിനും അപകടങ്ങളുണ്ടാവും. വിവാഹത്തിന് മുമ്പുള്ള പ്രണയം, യെസ്, വിവാഹത്തിന് മുമ്പുള്ള പ്രണയം, വിവാഹത്തിന് ശേഷം അടിപൊളിയായിട്ട് പ്രണയിക്കുകയാണ് വേണ്ടത്, എല്ലാം വേണം. യെസ്. വിവാഹത്തിൻ്റെ മുമ്പുള്ള പ്രണയം എന്നുള്ള വാക്ക് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ചില കണക്കുകളൊക്കെ ഇങ്ങനെ എന്തടിസ്ഥാനത്തിലുള്ള ഡാറ്റയെന്നറിയില്ല, വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തെപ്പറ്റി, ഭാര്യയുമായുള്ള അല്ല, മറ്റു റിലേഷനുകൾ കൂടി വരുന്നു കേരളത്തിൽ, അത് അധികമാകുന്നു എന്ന ചില കണക്കുകളൊക്കെ കണ്ടു. അത് ഭാര്യയുമായി സ്വന്തം ഇണയോടൊത്തുള്ള പ്രണയം അത് വിവാഹശേഷം അത് ശക്തമാക്കുകയും അതിൻ്റെ മുമ്പുള്ള എല്ലാ പ്രണയങ്ങളും അത് അവിഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് വിഹിതമായതല്ല എന്നൊരു ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയുള്ളൊരു തുടക്കം ജീവിതത്തിനുണ്ടായാൽ അതുകൊണ്ട് നഷ്ടമാണ്. ഒമൻ ആറദാൻ ദിക്രി ഫൈനലഹു മഈശത്തുല്ലാൻ, അള്ളാൻ്റെ ഒരു ഉത്ബോധനത്തിൽ നിന്ന് ആരകന്നാലും അവർക്ക് ദുനിയാവിലൊരു കുടുസായ ജീവിതമായിരിക്കും എന്നൊരു താക്കീത് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. പീസ് റേഡിയോയിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കുക, സ്നേഹക്കൂടിലേക്ക് അയക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.